ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. ഇത്തവണ പാലക്കാടും പത്തനംതിട്ടയും സന്ദർശിക്കും. പ്രധാനമന്ത്രി മോദിയുടെ കേരള സന്ദർശനം മാർച്ച് 15-17 തീയതികളിൽ. 2004 മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ പട്ടിക പുറത്ത്. സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയത്. കേരളത്തിൽ 1-ാം സ്ഥാനത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരള സർവകലാശാല യുവജനോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കന്റോൺമെന്റ് പോലീസാണ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഇലക്ടറൽ ബോണ്ട് കേസ് SBIക്ക് തിരിച്ചടി. വിവരങ്ങൾ നാളെ നൽകണമെന്ന സുപ്രീംകോടതി. രാജ്യത്തെ 1-ാം നമ്പർ ബാങ്കായ SBIയിൽ നിന്നും കുറച്ചുകൂടി ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും പ്രതീക്ഷിക്കുന്നുവെന്നും സുപ്രീംകോടതി. ഓസ്കാറിൽ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറിന് നിരവധി പുരസ്കാരങ്ങൾ. മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച സഹനടൻ തുടങ്ങി 7 നേട്ടങ്ങൾ. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന അപകടമുണ്ടായ സംഭവത്തിൽ പാലം നിർമ്മാണത്തിലും പരിപാലനത്തിലും വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തൽ ടൂറിസം മന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ BJP നേതാവും MPയുമായ അനന്ത്കുമാർ ഹെഡ്ഗയെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായി അയോഗ്യനാക്കണമെന്ന സിദ്ധരാമയ്യ. ഹെഡ്ഗയുടെ പരാമർശത്തോട് പ്രധാനമന്ത്രി യോജിക്കുന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പിരിച്ചുവിടാൻ തയ്യാറാകണമെന്നും കർണാടക മുഖ്യമന്ത്രി. TMC സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച BJP. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കുടുംബം നിരന്തരം നാശത്തിലാണെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്. 96-ാമത് ഓസ്കാർ പുരസ്കാര വേദിയിലും തിളങ്ങി ഇന്ത്യയുടെ RRR. വീഡിയോ പ്രദർശനത്തിൽ SS രാജമൗലിയുടെ ചിത്രത്തിലെ നാട്ടുനാട്ട് ഗാനരംഗങ്ങൾ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമായി. പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ മകൾ പാകിസ്ഥാൻ പ്രഥമ വനിത. പ്രസിഡന്റിന്റെ മകൾ പ്രഥമ വനിത സ്ഥാനത്തെത്തുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യം. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.